30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ചരിത്രം രചിക്കുകയാണ് ഒരു കൊച്ചു സിനിമ. ചോലനായ്ക്കർ ഗോത്രവിഭാഗത്തിലെ യുവജനതയുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. ആദ്യമായാണ് ലിപിയില്ലാത്ത ചോലനായ്ക്കർ വിഭാഗത്തിൽ നിന്നും ഒരു സിനിമയും ജനങ്ങളും മേളയിലെത്തുന്നത്. നിലമ്പൂർ കരുളായി വനമേഖലയിലെ ചോലനായ്ക്കർ വിഭാഗം ഇവരുടെ ജീവിതവും മുഖവും അടയാളപ്പെടുത്തുകയാണ് 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേള. ഉണ്ണികൃഷ്ണൻ ആവള സംവിധാനം ചെയ്ത തന്തപ്പേരെന്ന ചിത്രത്തിലൂടെ ചോലനായ്ക്കർ വിഭാഗത്തിൽ നിന്നൊരു സിനിമ ആദ്യമായി കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെത്തി. ചിത്രത്തിലെ കഥാപാത്രങ്ങൾ ചോലനായ്ക്ക് ഗോത്രവിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഗോത്രവർഗ യുവജനതയുടെ സ്വത്വബോധത്തെയും അതിജീവനത്തെയുമാണ് സിനിമ തുറന്നുകാട്ടുന്നത്. സിനിമയിലെ സംഭാഷണങ്ങൾ ലിപിയില്ലാത്ത ചോലനായ്ക്ക ഭാഷയിലാണ്. ഇത് സെൻസറിങ്ങിന് വെല്ലുവിളിയായതായി സംവിധായകൻ പറയുന്നു. കേരളത്തിന് പുറത്ത് ഭാഷ സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരുടെ മറ്റൊരു തരത്തിലുള്ള ജീവിതമാണ് തന്തപ്പേര് അടയാളപ്പെടുത്തുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് അരനൂറ്റാണ്ട് പ്രായമാവുകയാണ്. അപ്പോൾ ഇന്ത്യൻ അടിയന്തരാവസ്ഥ എങ്ങനെയാണ് കേരളത്തിലേതുൾപ്പെടെയുള്ള ഗോത്രവിഭാഗങ്ങളെ ബാധിച്ചത് എന്നൊരു അന്വേഷണം കൂടെ ഈ സിനിമയിൽ നടത്തുന്നുണ്ട്. മാത്രമല്ല ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കല്യാണം കഴിക്കാൻ പ്രായമാവുകയും ചോദനകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പോഴും ഇണകളില്ലാത്തൊരവസ്ഥ, ഇത് ട്രൈബൽ ഗ്രൂപ്പിൽ മാത്രമല്ല, മലബാറിലൊക്കെ ഇത് ധാരാളമുണ്ട്. ആ 3 സാധനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സിനിമ പറയുന്നു എന്നുള്ളതാണ് തന്തപ്പേര് ലൈഫ് ഓഫ് എ ഫാലസിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ അതാണത് പറയുന്നത്. വർഷങ്ങളുടെ ശ്രമമാണ് സിനിമ ചിത്രീകരിക്കുന്നതിൽ വെല്ലുവിളികൾ ഏറെയുണ്ടായതായി ഛായാഗ്രഹകൻ. ഒന്ന്, അവിടെ ആ പ്രദേശത്ത് പോയി ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് മറ്റ് സ്പേസിൽ പോയി ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല. അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു ഭൂപ്രകൃതി നമുക്ക് എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് അല്ല. അത് മാത്രമല്ല, നമ്മുടെ അവിടെ എൻട്രി എന്ന് പറയുന്നത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ ക്രൂവിൻ്റെ കൂടെ വലിയൊരു ക്രൂ എന്ന് സത്യം പറഞ്ഞാൽ ഡയറക്ടർ, ക്യാമറാമാൻ, സൗണ്ട് ചെയ്യുന്ന ആൾ, അല്ലാതെ ഇതിൽ വേറെ ക്രൂ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ആയിരിക്കും എല്ലാം ചെയ്യേണ്ടത്. പിന്നെ പലതരം ക്യാമറകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കാട്ടിനകത്ത് നമുക്ക് വലിയ ക്യാമറ ഒരു പക്ഷേ ചിലപ്പോൾ കൊണ്ടുപോകാൻ പറ്റാത്ത സ്പേസിലേക്ക് ചെറിയ ക്യാമറകൾ ഉപയോഗിച്ച് അങ്ങനെ പല രീതിയിലാണ് സ്ഥാനം ഷൂട്ട് ചെയ്തേക്കുന്നത്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലാണ് സിനിമ പ്രദർശനത്തിനെത്തിയത്. വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത്. ആളുകൾ നല്ല അഭിപ്രായം പറയുന്നു, കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ഒരുപാട് പേര് കരയുന്നുണ്ട്, വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു. അപ്പം പുതിയൊരു അനുഭവമാണത്. ചോലനായ്ക്ക വിഭാഗത്തിൽ നിന്നുള്ള സിനിമ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചപ്പോൾ പിറന്നത് ഒരു ചരിത്രം കൂടിയാണ്. സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്.